All the very best, Api and Kirtana. Happy married life. Happy mama. ഞങ്ങളുടെ കസിൻസിലെ തന്നെ തലമൂത്ത ചേട്ടനാണ് ഹാപ്പി. കുഞ്ഞുവിനെ കഴിഞ്ഞ് ഏറ്റവും നിഷ്കളമായ ചിരിയുടെ ഉടമ. ഹാപ്പി മാരീഡ് ലൈഫ് ഹാപ്പി. ഇത് ആപ്പി, 2 മക്കളുള്ള എന്നെക്കാളും വെറും 6 മാസം മാത്രം ഇളയവൻ. ഇവരെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറുപ്പകാലത്തിലെ കുറെ ഓർമ്മകളുണ്ട് എനിക്ക് ഇവനെ കുറിച്ച്. ഇപ്പൊ കാണുന്ന ആപ്പിയൊന്നും അല്ലായിരുന്നു കേട്ടോ. പണ്ട് ഭയങ്കര വൃത്തം കെട്ടവനായിരുന്നു. അവന്റെ ചില കുസൃതികൾ എന്ന് പറഞ്ഞാൽ, പണ്ട് മുട്ടുകാട് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാറയ്ക്കൂടെ വണ്ടി കയറി പോകുമ്പോൾ ടയർ കറങ്ങാൻ വേണ്ടി ചില വിദ്യകളൊക്കെ അവൻ കാണിച്ചിരുന്നു. പിന്നെ അതൊന്നും പുറത്തു പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറയുന്നില്ല. വീട്ടില് തുമ്പി അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പിടിച്ച് കല്ല് കെട്ടി വിടുക, പിന്നെ ചാമ്പ മരത്തേലൊക്കെ വലിഞ്ഞു കയറി ഉരുണ്ട് വീണിട്ട് ഒന്നും പറ്റാത്ത പോലെ ചിരിച്ചുകൊണ്ട് വന്ന് താഴെ വന്ന് നിൽക്കുക. ഇതൊക്കെയായിരുന്നു അവന്റെ പ്രധാനപ്പെട്ട അന്നത്തെ കലാപരിപാടികളിൽ എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആപ്പിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചില കാര്യം എന്നെ ഓർപ്പിക്കാറുണ്ട്. അതായത് കുട്ടിക്കാലത്ത് ഏതോ അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ അവനെ ഒന്ന് ഉന്തിയിട്ട് അവന്റെ കാലം മറ്റേ ഒടിഞ്ഞു എന്നും പറഞ്ഞ് അവനെന്നെ ഇപ്പോഴും എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുക. ദുഷ്ടൻ ആപ്പി, ആ പേര് തന്നെയുണ്ട്, ഫുൾ ആപ്പാണ്. പിന്നെ ആപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ചേട്ടനാണല്ലോ, ചേട്ടനായതുകൊണ്ട് തന്നെ ആപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ പുറത്തൊക്കെ വിടാനായിട്ട് ഞങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ലൈസൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ പോയി കുറേ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയാം. പണ്ട് ഞാനും ബിനീഷ ആപ്പി ഉണ്ടായിരുന്നൊരു ദിവസം. അപ്പോൾ ഞാനും ബിനീഷ മൾബറിയൊക്കെ നല്ല പഴുത മൾബറി നോക്കി പറിച്ച് അത് കഴിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ആപ്പി പറഞ്ഞു, ഇല്ല നമുക്കിത് ജ്യൂസ് അടിക്കാമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വേണ്ടടാ ആപ്പി വേണ്ട, നമുക്കറിയില്ലാത്ത കാര്യം നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പി പറഞ്ഞു, ഇല്ലില്ല എനിക്കറിയാമെന്നേ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തന്ന് ഞങ്ങൾ അതെടുത്ത് ജ്യൂസ് അടിച്ച് എങ്കിൽ ഈ ജ്യൂസ് അടിക്കുന്ന ആ മിക്സി ഒന്ന് അടയ്ക്കാനുള്ള ബോധം ഞങ്ങൾക്കില്ല. എങ്കിൽ ഇത് അടിക്കാൻ കോൺഫിഡൻസ് ഇവനെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ. അവൻ അത് അടയ്ക്കാണ്ട് ആ ജ്യൂസ് മുഴുവൻ പോയി. അന്ന് ഞങ്ങൾ ജ്യൂസ് കുടിച്ചില്ല, ഞങ്ങൾ കഴിക്കാൻ വെച്ച മൾബറിയും ഞങ്ങൾ കഴിച്ചില്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺഫിഡൻസ് അത് തരലാണ് ആപ്പിയുടെ മെയിൻ. അപ്പൊ ആപ്പി, നിനക്ക് കീർത്തനയും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ് ആപ്പി. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ എന്താ ലൈഫിലെ ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കട്ടെ ഇത്. നല്ലൊരു ലൈഫ് നിനക്ക് എന്തായാലും ഉണ്ടാവും ഫോർ ഷുവർ. അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഓർക്കാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്. ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എല്ലാ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത്, ഇപ്പം മുട്ടുകാട് വീട്ടിലാണ് ഉള്ളപ്പോഴാണ് കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത്. വീട്ടിന് വീട്ടിൽ വന്നാലും രാവിലെ എണീക്കുമ്പം ഞാൻ ആദ്യം കാണുന്നത് നേരെ നമ്മുടെ അടുപ്പുണ്ടല്ലോ, അടുപ്പിൻ്റെ അവിടെ കുത്തിയിരിക്കുന്നതാണ്. അതാണ് ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്നത്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ സൈക്കിളിൽ കയറി എപ്പോഴും ഇങ്ങനെ തെണ്ടി കിടക്കുമായിരുന്നു. അപ്പം കുറച്ച് ലോക്കൽ പിള്ളേരായിട്ട് ഇടയ്ക്കടി ഉണ്ടാക്കിയതും അങ്ങനെ കുറച്ച് ഫണ്ണി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫണ്ണായിരിക്കും കീർത്തനയ്ക്ക് എന്തായാലും ഹാപ്പിയുടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അവൻ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, വിഷിംഗ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഫോർ ഷുവർ യു വിൽ ബി എ വെരി ഗുഡ് ഹസ്ബൻഡ് ആൻഡ് എ വെരി ഗുഡ് പാർട്ണർ ഫോർ യുവർ വൈഫ്. ഹായ് ഹാപ്പി. അപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ഹാപ്പിക്കും കീർത്തനയ്ക്കും ഹാപ്പി മാരീഡ് ലൈഫ് നേരുന്നു. ഹാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. കസിൻസിലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത ഒരാളാണ് ഹാപ്പി. ചെറുപ്പത്തിൽ ഹാപ്പിയും ഞങ്ങളെല്ലാവരും ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുവാണെങ്കിൽ ഞങ്ങൾ പണ്ടവിടെ മുട്ടുകാട്ടിലായിരുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ പടക്കങ്ങൾ ഇഷ്ടം പോലെ മേടിച്ച് വെക്കുമായിരുന്നു. എന്നിട്ടത് ഉറുമ്പുകൂട്ടിലിട്ടും പിന്നെ അറക്കപ്പൊടിക്കകത്ത് വെച്ചും പിന്നെ കളിപ്പാട്ടം വണ്ടിക്കകത്ത് വെച്ചും വാരലിനകത്തൊക്കെ ഇട്ട് ഞങ്ങൾ പൊട്ടിച്ച് കളിക്കുമായിരുന്നു. അതേപോലെ തന്നെ മുട്ടുകാട്ടിലെ ഏലക്കാട്ടിനകത്ത് ഒരു വലിയൊരു മരത്തിലൊരു വള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ വള്ളിയേരെ ആടി നടന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഹാപ്പി മുകളിൽ നിന്ന് പറന്ന് വന്ന ആ വള്ളിയിൽ നിന്ന് മുകളിലെത്തി കഴിയുമ്പോൾ കയ്യൊരൊറ്റ വിട്ടിട്ട് നിലത്തേക്ക് ചാടി വീണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഹാപ്പി. അതേപോലെ തന്നെ പണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് ചാമ്പ മരത്തേലും കയറിയിട്ട് അവിടുന്ന് വീണിട്ട് നിലത്ത് വീണിട്ട് വീണത് പോലും ഇല്ലാണ്ട് എഴുന്നേറ്റ് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഹാപ്പിയുടെ ഒത്തിരി കുരുത്തക്കേടുകൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ് ഹാപ്പി ആൻഡ് കീർത്തന. ഹാപ്പിനെ കുറിച്ച് ഹാപ്പിയുടെ കസിൻസ് ഒത്തിരി ഫണ്ണി സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു. ശരിയാണ്, ഹാപ്പി ഭയങ്കര വികൃതി കുട്ടനായിരുന്നു. അവൻ്റെ കുരുത്തക്കേടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചിലപ്പം ഒരു ദിവസം തികയത്തില്ല. മെയിനായിട്ടുള്ള പരിപാടി ഒന്ന്, അവൻ ഒളിച്ചിരിക്കും. രണ്ടാമത്തേത് വീഴ്ച. ഒളിച്ചിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലായിരിക്കും, ചിലപ്പോൾ ടേബിളിൻ്റെ അടിയിൽ ചെടിയുടെ അടിയിലൊക്കെ ഒളിച്ചിരിക്കും. വിളിച്ച് മനുഷ്യൻ പേടിച്ച്
നിൽക്കുമ്പോഴായിരിക്കും ആശ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇറങ്ങി വരും. ആ ചിരി ഹൈലൈറ്റാണ് എല്ലാവരും പറഞ്ഞ പോലെ. പിന്നെ വീഴ്ച, എല്ലായിടത്തും ഉരുണ്ട് വീണിട്ടുണ്ടവൻ. അവന് വീഴാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഒരു ദിവസം 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇങ്ങനെ ഞങ്ങൾ ചാച്ചിയമ്മച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവന് ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം ഉരുണ്ട് വീണ് കാലൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഇച്ചിരി കൂടി സൂക്ഷിച്ച് നടക്കാനൊക്കെ പാടില്ലേ, ഇങ്ങനെ വീഴുന്ന എന്തിനാന്ന് ചോദിച്ചപ്പം അവൻ പറയുവാണ്, അർപ്പിത ടീച്ചർ പറഞ്ഞേക്കുന്നത് കുഞ്ഞിപ്പിള്ളേർ വീണാണ് വലുതാവുന്നത്. അതാണ് അവൻ എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടാവും. ആപ്പിയുടെ വേറൊരു സൈഡ് അത് കസിൻസിനൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിൽ മിഡിൽ ബോണാണല്ലോ ആപ്പി. സോ അതുകൊണ്ട് എനിക്ക് കുറേ പ്രിവിലേജസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടായി ഏറ്റവും ഇളയതായതുകൊണ്ട് അവനൊരു സ്പോയിൽ ബ്രാറ്റാണ്. പക്ഷെ ആപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആപ്പി ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് ഇമോഷണലാകും ഞാൻ. അവനൊത്തിരി എല്ലാ കാര്യത്തിലും ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പം ഒത്തിരി ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു, കുട്ടായി വീട്ടിലായിരുന്നു. അപ്പോൾ അവൻ വൈക്കത്ത് പഠിക്കുമ്പോഴൊക്കെ ഒരിക്കലും അവൻ്റെ കഷ്ടപ്പാടൊന്നും അവൻ ആരെ അറിയിച്ചിട്ടില്ല. ഇതുവരെ അവൻ ഒരിക്കലും പപ്പയുടെ മമ്മിയുടെ അടുത്തൊന്നും ചോദിച്ചിട്ടുമില്ല. ഇതുവരെ അവനുള്ളതുകൊണ്ട് അവൻ എപ്പോഴും ഹാപ്പിയാണ്. അവൻ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല പപ്പയുടെ മമ്മിയുടെ അടുത്തും. ഈസ് എ ഗുഡ് കിഡ്. ഇപ്പം എനിക്ക് അവനോട് പറയാനുള്ളത്, നീ ഇനി അങ്ങനെ ഒന്നും ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. നിൻ്റെ യുവർ ഹാപ്പിനെസ് മാറ്റേഴ്സ്. ഇനി നീ ഹാപ്പി ആയിട്ടിരിക്കണം, നീ സന്തോഷമായിട്ടിരിക്കണം. എല്ലാത്തിനും ഞങ്ങളുണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. വിൽ ബി ദെയർ ഫോർ യു. ஹாப்பி எப்பவுமே காமாக இருப்பான். மேன் வித் ஃபியூ வேர்ட்ஸ் மாதிரி இருப்பான். ஹாப்பி மேரிட் லைஃப் ஹாப்பி. Happy Kanga, love you. Happy married life. ஹாப்பி கங்கா. Happy Kanga. ரைட். തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്മാവ, ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. എന്റെ ആദ്യത്തെ കല്യാണല്ലേ, അല്ല ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ. നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ എന്റെ ട്രൈ കണ്ട അവള് വീണു. എടാ, അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ? വേറൊരുത്തിയെ ട്രൈ ചെയ്താ പോരെ? നീ ട്രൈ ചെയ്യാൻ എടുക്കണല്ലടാ. എടാ, എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു. ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ.